ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഖുലാസത്തുൽ ഫിഖഹിൻ്റെ 308-ാമത്തെ ക്ലാസ്സാണ്. ഭക്ഷണ കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. നജസല്ലാത്ത ശുദ്ധമായ വസ്തുക്കളിൽ ഇവിടെ പരാമർശിക്കുന്ന ജീവികളല്ലാത്തതിനെ ഭക്ഷിക്കൽ ഹലാലാണ് എന്നാണ് പറഞ്ഞത്. ഇവിടെ നമ്മൾ മനുഷ്യൻ ഒന്ന്, പിന്നെ പിടിമൃഗങ്ങൾ രണ്ട്, അങ്ങനെ രണ്ട് വിഭാഗത്തെയാണ് ഇവിടെ ഒഴിവാക്കി പറഞ്ഞത്. എന്നാൽ തിന്നൽ ഹലാലല്ല, ശുദ്ധമായ ജീവി തന്നെയാണ്, പക്ഷെ തിന്നാൻ പാടില്ല. മൂന്നാമത്തത് കുല്ലു ത്വയ്രിൻ ദീ മിഹ്ലബിൻ, നഖമുള്ള പക്ഷികൾ. അപ്പം നഖമുണ്ട്, ആ നഖം കൊണ്ടാണ് അവകൾ വേട്ടയാടുന്നത്. നേരത്തെ പറഞ്ഞ ഹിംസ്ര ജന്തുക്കൾ, പിടിമൃഗങ്ങൾ, അവരുടെ തേറ്റപ്പല്ലുകൊണ്ട് വേട്ടയാടുന്നു എന്ന് പറയണത് പോലെ ഈ പക്ഷികൾ നഖം കൊണ്ടാണ് വേട്ടയാടുന്നത്. അപ്പോൾ ഒന്നുകിൽ നഖമുള്ളത്, ഔ ആക്കിലിൽ ജിയഫി, അല്ലെങ്കിൽ ശവം തിന്നുന്നത്. അപ്പം നഖം കൊണ്ട് വേട്ടയാടുന്നതോ അല്ലെങ്കിൽ ശവം തിന്നുന്നതോ ആയ പക്ഷികൾ. ഫമിനൽ അവ്വലി, അപ്പോൾ ആദ്യം പറഞ്ഞതിൽ പെട്ടതാണ്. ആദ്യം പറഞ്ഞത് പറഞ്ഞാൽ നഖമുള്ളത്, നഖം കൊണ്ട് വേട്ടയാടുന്നത്, അതിൽപ്പെട്ടതാണ് ജവാരിഹു തുയൂരി. പക്ഷികളുടെ കൂട്ടത്തിൽ നിന്ന് മറ്റുള്ളവയെ അങ്ങനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്ന അങ്ങനെയുള്ള പക്ഷികളുണ്ട്. കസ്സഖുരി, പ്രാപ്പിടിയൻ എന്ന് പറയും. വൽ ഉഖാബി, കഴുകൻ. അതൊക്കെ ഇതിൻ്റെ ഉദാഹരണമാണ്, ഈ പറഞ്ഞ രണ്ടെണ്ണം. ഒമിനസാനി, രണ്ടാമത്തതിൽപ്പെട്ടതാണ്. രണ്ടാമത്തത് പറഞ്ഞാൽ ശവം തിന്നുന്ന പക്ഷികൾ. അതിൽപ്പെട്ടതാണ് അൻ നസ്രു, പരുന്ത്. വൽ അഖഅഖു, ചെമ്പോത്ത്. വൽ ഖുറാബു, കാക്ക. അതൊക്കെ ഈ പറയുന്ന ശവം തിന്നുന്ന പക്ഷികളിൽപ്പെട്ടതാണ്. അങ്ങനെ ശവം തിന്നുന്ന പക്ഷികൾ, ആ കൂട്ടത്തിൽ വേറെ ചിലതുമുണ്ട്, അവിടെ അടിക്കുറിപ്പിൽ കൊടുത്തിട്ടുണ്ട്. ശവം തിന്നുന്ന പക്ഷികളാണ്, അവകൾ നമുക്ക് ഭക്ഷിക്കൽ ഹറാമാണ്. അതിൽപ്പെട്ടതാണ് ലക്ലക്ക്, നീർക്കാക്ക, ബഗാസത്ത്, നത്ത്, റഹ്മ്, ശവം കൊത്തി പക്ഷി. ഇതൊക്കെ ശവം തിന്നുന്നവകളാണ്, അവകൾ നമുക്ക് ഭക്ഷിക്കാൻ പറ്റൂല. നാലാമത്തേത് കുല്ലു ഹയവാനിൻ മുസ്തഖ്ബസിൻ, മോശമായി കണക്കാക്കപ്പെടുന്ന ജീവികൾ. മോശമായ ജീവികളാണവകൾ, അങ്ങനെ കണക്കാക്കപ്പെടുന്നത്. അതിൻ്റെ ഉദാഹരണങ്ങളാണ് കൽ ഹുംഫുസായി, കരിവണ്ട്. വൽ ഹിർബായി, ഓന്ത്. വൽ വസഗി, പല്ലി. വദ്ദൂതി, പുഴു. അതൊക്കെ ഇതിൻ്റെ ഉദാഹരണങ്ങളാണ്. അതേപോലെ ആ കൂട്ടത്തിൽ പെട്ടതാണ് നാടൻ കഴുത. ഈ മോശമായി കണക്കാക്കപ്പെടുന്ന ജീവികൾ എന്നതിൽപ്പെട്ടതാണ്. അതേപോലെ ചീവീട്, അതൊക്കെ അടിക്കുറിപ്പിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മോശമായി കണക്കാക്കപ്പെടുന്നതിൻ്റെ വേറെ ഉദാഹരണം വക്കല്ലദി യഈശു ഫീ ബർരിൻ വ ബഹരിൻ, കരയിലും കടലിലും ജീവിക്കും അങ്ങനെയുള്ള ജീവികൾ. രണ്ടിടത്തും ജീവിക്കും അങ്ങനെയുള്ളത്. കല്ലഫദഇ, തവള. വത്തിംസാഹി, മുതല. വസ്സുലഹഫാത്തി, ആമ. സർത്താൻ, ഞണ്ട്. അതൊക്കെ രണ്ടിടത്തും ജീവിക്കുന്നത്, കരയിലും കടലിലും. അപ്പം അതൊന്നും
തിന്നൽ പാടില്ല, തിന്നൽ ഹലാലല്ല. അഞ്ചാമത്തെ വിഭാഗം കുല്ലുമാ ഉമിറ ബി ഖത്ലിഹി, കൊല്ലാൻ കൽപ്പിക്കപ്പെട്ട ജീവികൾ. കൊല്ലാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്, കൊല്ലണമെന്ന് ശറഅ് നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ജീവികൾ, ഉദാഹരണം കഹിദഅത്തിൻ ഗരുഡൻ, ഫഅറത്തിൻ എലി, ഹയ്യത്തിൻ പാമ്പ്, അഖറബ് തേള്, ബുറൂസിൻ ചെള്ള്, സുംബൂരിൻ കടന്നല്, ബക്ക് മൂട്ട, കംല് പേന്. ഇതൊക്കെ കൊല്ലാൻ കൽപ്പിക്കപ്പെട്ട ജീവികളാണ്. ഇതിനെയൊക്കെ നമുക്ക് ഭക്ഷണമാക്കാൻ പറ്റൂല. അടുത്തത് ആറാമത്തെ സെക്ഷൻ കുല്ലുമാ നുഹിയ അൻ ഖത്ലിഹി, കൊല്ലൽ നിരോധിക്കപ്പെട്ട ജീവികൾ. അവകളെ കൊല്ലരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ചില ജീവികളെ സംബന്ധിച്ച്. അങ്ങനെയുള്ള ജീവികൾ, ഉദാഹരണം കൽ ഖത്താഫി, പൊന്മാൻ, മീൻ പിടിക്കുന്ന പൊന്മാൻ, വൽ ഹുദുഹുദി, മരംകൊത്തി, വൽ ഖുഫാശി, വവ്വാല്, വൽ ഭൂമി, കൂമൻ, വൽ ബബ്ഗായി, തത്ത, വത്താഊസി, മയില്, വൻ നഹ്ലി, തേനീച്ച, വൻ നംലി, ഉറുമ്പ്, കടിക്കാത്ത ഉറുമ്പ്. അതിനെ കൊല്ലൽ നിരോധിക്കപ്പെട്ടതാണ്, ഈ പറഞ്ഞവകളെയൊക്കെ. അപ്പോൾ അവകളെ തിന്നലോ? അവകളെ തിന്നൽ ഹറാമാണ്. കുല്ലുമാ തവല്ലദ മിൻ മഅ്കൂലിൻ വഗൈരിഹി, അതാണ് ഏഴാമത്തെ സെക്ഷൻ. അതായത് തിന്നപ്പെടുന്ന ജീവിയുടെയും തിന്നപ്പെടാത്ത ജീവിയുടെയും രണ്ടും തമ്മിലുള്ള ലൈംഗിക ബന്ധത്തിൽ ജനിച്ച സന്താനം. അങ്ങനെയുള്ള ചില ജീവികളുണ്ട്. രണ്ട് ജീവികൾ തമ്മിൽ സംസർഗത്തിലേർപ്പെട്ടു, ബന്ധം നടന്നു. അതിൽ ഒന്ന് തിന്നപ്പെടുന്നതുമാണ്, ഒന്ന് ശറഇൽ തിന്നൽ അനുവദിക്കാത്തതുമാണ്. അതിലുണ്ടായ സന്താനം, അത് അങ്ങനെയുള്ളത് തിന്നാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് സിംഅ്. സിംഅ് എന്ന് പറഞ്ഞാൽ ചെന്നായയും അതേപോലെ കലമാനും ഇവർ തമ്മിലുണ്ടായ ബന്ധത്തിൽ ജനിച്ച ജീവിയാണ്. അതിൽ ഈ കലമാൻ എന്നുള്ളത് നമുക്ക് തിന്നാൻ പറ്റുന്നതാണ്, ചെന്നായ തിന്നാൻ പറ്റുന്നതല്ല. അപ്പോൾ ആ ബന്ധത്തിൽ ജനിച്ച കുട്ടിയാണ്, സന്താനമാണ്, അത് നമുക്ക് തിന്നാൻ പറ്റൂല. അതിൻ്റെ വേറൊരു ഉദാഹരണമാണ് ഈ പറഞ്ഞതിൻ്റെ ബഗല്. ബഗല് എന്ന് പറഞ്ഞാൽ കുതിരയും കഴുതയും ബന്ധത്തിലേർപ്പെട്ട് ജനിക്കുന്ന കുട്ടിയാണ്. അതിനെയാണ് കോവർ കഴുത എന്ന് പറയുന്നത്. അത് തിന്നാൻ പറ്റൂലാത്ത ജീവിയാണ്. കഴുതയും കുതിരയും തമ്മിൽ ബന്ധപ്പെട്ടുണ്ടായത്. ഈ കുതിര എന്ന് പറഞ്ഞത് തിന്നപ്പെടുന്ന ജീവിയാണ്, കഴുത അല്ലാത്ത ജീവിയാണ്. അപ്പോൾ അവർ തമ്മിലുള്ള ബന്ധത്തിൽ ജനിച്ച കോവർ കഴുത അത് തിന്നാൻ പറ്റൂല. നേരത്തെ പറഞ്ഞ കൊല്ലൽ നിരോധിക്കപ്പെട്ട ജീവികൾ എന്ന് പറഞ്ഞല്ലോ, അതിൽപ്പെട്ടതാണ് തവള എന്ന് പറയുന്നത്. തവളയുടെ കാര്യം നമ്മൾ നേരത്തെ ഇവിടെ കരയിലും കടലിലും ജീവിക്കുന്നു എന്ന വകുപ്പിൽ ആ ഇനത്തിൽ നേരത്തെ പറഞ്ഞു പോയതാണ്. കുല്ലു ജമാദിൻ മുസ്തഖ്ദരിൻ, ഒരു മലിനമായി കണക്കാക്കപ്പെടുന്ന നിർജീവിയായ വസ്തുക്കൾ. ജീവനില്ലാത്ത സാധനമാണ്, അതൊരു മലിനമായി കണക്കാക്കപ്പെടുന്നതാണ്. മനിയിൻ, ഉദാഹരണം മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്ന മനീയ ഇന്ദ്രിയം, മുഖാത്തിൻ മൂക്കട്ട, ബുസാക്കിൻ തുപ്പല്, നമ്മൾ വായിന്ന് തുപ്പിക്കളഞ്ഞത്, അറക്കിൻ വിയർപ്പ്. അപ്പം ഈ പറഞ്ഞതൊക്കെ ഭക്ഷണമാക്കുക എന്ന് പറഞ്ഞത് പാടില്ലാത്തതാണ്. അതേപോലെ കുല്ലു മുവിരിൻ ലിൽ ബദനി,
ശരീരത്തിന് ഹാനികരമാകുന്ന അവിൽ അക്കലി അല്ലെങ്കിൽ ബുദ്ധിക്ക് ഹാനികരമാകുന്ന സാധനങ്ങൾ, ശരീരത്തെ ബുദ്ധിമുട്ടിക്കും അല്ലെങ്കിൽ ബുദ്ധിക്ക് ബുദ്ധിമുട്ടാണ്, അതിൽപ്പെട്ടതാണ് ഫൊമിനൽ പോലെ. അങ്ങനെ ശരീരത്തിന് ബുദ്ധിമുട്ടിക്കുന്ന വസ്തുക്കളിൽപ്പെട്ടതാണ് അൽ ഹജറു കല്ല്, ഒത്തുറാബു മണ്ണ്, ഒസുമ്മു വിഷം. അപ്പോൾ അതൊക്കെ കഴിക്കൽ എന്ന് പറയുന്നത് ഹറാമാണ്. ബുദ്ധിക്ക് പ്രശ്നമുണ്ടാക്കുന്ന വസ്തുക്കളുണ്ട്. ഒമിനസാനി, ബുദ്ധിക്ക് പ്രശ്നമുണ്ടാക്കുന്നതിൽപ്പെട്ടതാണ് അൽ മുസ്കിറു, ലഹരി സാധനം. കസീരി അഫിയൂനിൻ വ ഹഷീഷിൻ, അവിയൂൻ എന്നും ഹഷീഷ് എന്നൊക്കെ അറിയപ്പെടുന്ന ലഹരി സാധനങ്ങളുണ്ട്. അത് കുറച്ച് കൂടുതലായാൽ, അതിൻ്റെ അളവ് കൂടുമ്പോൾ അത് ലഹരിയാണ്, മനുഷ്യനെ ലഹരി പിടിപ്പിക്കും. അപ്പോൾ അത് ഉപയോഗിക്കൽ ഹറാമാണ്. ഇനി പറയട്ടെ, ഇപ്പോൾ കുല്ലും മിനൽ അൻആമി വല്ലബി, ഇവിടെ പറയാൻ പോകുന്ന വസ്തുക്കളെല്ലാം, കുറച്ച് ജീവികൾ അതിൽ പറയാൻ പോവുകയാണ്. ആ പറയുന്ന ജീവികളെല്ലാം ഹലാലാണ്, തിന്നാൻ പറ്റുന്നതാണ്. ഏതൊക്കെയാണ്? അൻആം, അൻആം എന്ന് പറഞ്ഞാൽ ആട്, മാട്, ഒട്ടകം. ലബിയ്, മാന്. അർണബ്, മുയൽ. അതേപോലെ തന്നെ നആമത്ത്, ഒട്ടകപ്പക്ഷി. ബത്ത്, താറാവ്. ദജാജ്, കോഴി. ഹമാം, മാടപ്രാവ്. കത്ത, കാട, കാടക്കോഴി എന്നൊക്കെ നമ്മൾ പറയണത്. ഉസ്ഫൂർ, കുരുവി, അതേപോലെ പൈങ്കിളി എന്നൊക്കെ കൊടുത്തിരിക്കുന്നു. സുർസൂർ എന്ന് പറഞ്ഞാൽ കവളങ്കാളി എന്ന് പറയുന്ന കുരുവി ഇനങ്ങളിൽപ്പെട്ട ഒരു പക്ഷിയാണത്. കുരുവിയുടെ വിവിധ ഇനങ്ങളിൽപ്പെട്ട ഒന്നാണത്രത്. അതേപോലെ തന്നെ സമക്കി, മീന്. ഈ പറയുന്ന ജീവികളെല്ലാം ഹലാലാണ്, മഅ്കൂലുൻ, അത് തിന്നപ്പെടാൻ പറ്റുന്നതുമാണ്. വൽ മുൽത്തറു, അടുത്തത് വേറെ കുറേ ജീവികളെയും തിന്നപ്പെടാൻ പറ്റുന്നത് കിതാബിൻ്റെ അടിക്കുറിപ്പിൽ കൊടുത്തിട്ടുണ്ട്. ഖൈല്, കുതിര, ബക്കറുൽ വഹ്ഷ്, കാട്ടുപശു, ഹിമാറുൽ വഹ്ഷ്, കാട്ടുകഴുത, ലബു, കലമാൻ, സഅലബ്, കൂരൻ. അത് പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞു പോയതാണ്. സിഞ്ചാബ്, അണ്ണാൻ. പിന്നെ യർബു, പെരിച്ചാഴി. അത് നേരത്തെ ഇവിടെ പറഞ്ഞതിൽപ്പെട്ടതാണ്. സമ്മൂർ, തുർക്കിക്കൂരൻ, ലബ്, ഉടുമ്പ്, ഇവസ്, താറാവ്, കുർക്കി, കൊക്ക്, ഹജൽ, തിത്തിരിപ്പക്ഷി എന്നൊക്കെ കൊടുത്തിരിക്കുന്നു. ഈ പറയുന്ന ജീവികളൊക്കെ തിന്നൽ ഹലാലായ ജീവികളായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. വൽ മുൽത്തറു, ഒരു ലറൂറത്തിൻ്റെ ഘട്ടത്തിലെത്തിയ ആൾ എന്ന് പറഞ്ഞാൽ അയാളുടെ ജീവൻ പോകുന്ന അവസ്ഥയാണ്. ലസിമഹു, അയാൾക്ക് നിർബന്ധമാണ്. അക്കുലു മുഹറമിൻ, ഹറാമായത് തിന്നൽ അയാൾക്ക് നിർബന്ധമാണ്. വലവ് മുസ്കിറൻ, അതൊരു ലഹരി സാധനമാണെങ്കിലും ശരി. എപ്പോൾ ഇൻ ഖാഫ, അയാൾ പേടിച്ചാൽ, ഹലാക്ക നഫ്സിഹി, അയാൾ മരിച്ചു പോകും എന്ന് പേടിച്ചാൽ, എന്തെങ്കിലും ഇപ്പോൾ തിന്നില്ലെങ്കിൽ, കഴിച്ചില്ലെങ്കിൽ മരിച്ചു പോകുമെന്ന് അയാൾ പേടിക്കുകയാണ് എങ്കിൽ അയാൾക്ക് ഹറാമായത് കഴിക്കൽ നിർബന്ധമാണ്. ഈ ഹറാമായത് എന്ന് പറയുമ്പോൾ അവിടെ ലഹരിയാണെങ്കിലും ശരി, കുഴപ്പമില്ല. വാക്കുരു മുഹറമിൻ ഗൈരി മുസ്കിരിൻ, ലഹരി ഉള്ളത് അല്ലാത്ത ഹറാമായത് അത് തിന്നൽ നിർബന്ധമാകും. എപ്പോൾ? ഇൻ ഖാഫ ലററൻ യുബീഹു തയമ്മുമ,
തയമ്മുമിനെ ഹലാലാക്കുന്ന ലററ് ഇവൻ പേടിച്ചാൽ, ബുദ്ധിമുട്ട് പേടിച്ചാൽ, അതായത് ഒരാൾ മരിച്ചു പോകുക എന്ന് പറഞ്ഞൊരു ഘട്ടമൊന്നുമില്ല. എന്തെങ്കിലും തിന്നില്ല ഇപ്പോൾ മരിച്ചു പോകുമെന്ന് അങ്ങനെയില്ല. പക്ഷെ നമ്മൾ സാധാരണഗതിയിൽ ഒരു വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ, വെള്ളം ഉപയോഗിച്ച് ഒതുണ്ടാക്കുക, അതുപോലെ തന്നെ കുളിക്കുകയൊക്കെ ചെയ്താൽ, കുളി നിർബന്ധമാകുന്ന ഘട്ടത്തിൽ വെള്ളം ഉപയോഗിച്ച് കുളിക്കുകയൊക്കെ ചെയ്താൽ ഒരു ബുദ്ധിമുട്ടുണ്ടായിത്തീരും, പ്രയാസം ഉണ്ടായിത്തീരും. അത് എത്രത്തോളം പ്രയാസമുണ്ടാകുമ്പോഴാണ് അവിടെ തയമ്മും അനുവദിച്ചിട്ടുള്ളത്. ആ ഒരു നിലവാരത്തിലുള്ള പ്രയാസം ഇവിടെ ഒരാൾക്ക് ഉണ്ടായിത്തീരും എങ്കിൽ, എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ ഉണ്ടായിത്തീരും, ബുദ്ധിമുട്ടുണ്ടായിത്തീരും എന്ന്, എങ്കിൽ അയാളോട് ഹറാമായത് ഭക്ഷിച്ചോളാൻ ശറഅ് പറഞ്ഞു. പക്ഷേ അവിടെ മുസ്കിർ ഒഴിവാണ്. മുസ്കിർ എന്ന് പറഞ്ഞാൽ ലഹരി വസ്തു അല്ലാത്തത്. ആദ്യം പറഞ്ഞോടത്തിൽ ഇയാൾ മരിച്ചു പോകുമെന്ന് പേടിക്കുകയാണെങ്കിൽ അവിടെ ലഹരി വസ്തുവും പറ്റും എന്നാണ് പറഞ്ഞത്. ഇനി അടുത്തത് യുക്റഹു കുല്ലു കസ്ബിൻ ഹസല മിൻ മുബാശറത്തി നജസിൻ. നജസിനോട് ഇങ്ങനെ ബന്ധപ്പെടുക, നജസുമായിട്ട് സമ്പർക്കപ്പെട്ടുകൊണ്ട് കിട്ടുന്ന വരുമാനം, അത് കറാഹത്താണ്. ആ വരുമാനം അത് ഉപയോഗിക്കലും ഒക്കെ കറാഹത്താണ്. ഉദാഹരണക്ക് ഹിജാമത്തിൻ കൊമ്പ് വെക്കൽ, ജബിലിൻ കുപ്പത്തൊട്ടി വൃത്തിയാക്കൽ, ദബുവിൻ ഊറക്കിടൽ, കസ്ബിൻ കശാപ്പ് നടത്തൽ, അറവ് സ്ഥിരമായിട്ട് ഇങ്ങനെ നടത്തൽ. അപ്പോൾ അത് നമുക്കറിയാം അവിടെ നജസുമായിട്ടുള്ള സമ്പർക്കം ഉണ്ടാകുന്നുണ്ട് അവിടെ. അപ്പം നജസിനോടുള്ള സമ്പർക്കമാണ് അവിടെ ഇവൻ്റെ തൊഴിൽ തന്നെ. അങ്ങനെ അതിലൂടെ ഉണ്ടായിത്തീരുന്ന വരുമാനം, അങ്ങനെ സമ്പാദ്യമുണ്ടാക്കൽ, അത് കറാഹത്താണ്. എന്നാൽ വലാ യുക്റഹു കസ്ബുൻ യഉദ്ദുഹുന്നാസു ദനീഅൻ, ജനങ്ങൾ ഒരു താഴ്ന്ന പണിയാണ് എന്ന് കണക്കാക്കുന്ന ചില തൊഴിലുകളുണ്ട്. അങ്ങനെ തൊഴിലെടുക്കൽ അത് കറാഹത്തൊന്നുമില്ല. ഉദാഹരണം കസ്ബിൽ ഹല്ലാഖി, ബാർബറുടെ ജോലി പോലെ, വൽ ഹാരിസി സെക്യൂരിറ്റി, പാറാവുകാരൻ അവൻ്റെ ജോലി, വൽ ഹായിക്കി അതേപോലെ ടൈലർ. അപ്പോൾ ആ ജോലി ഒന്നും ആളുകൾ ചിലപ്പോൾ അത് താഴ്ന്ന പണിയാണ് എന്ന് കണക്കാക്കുന്നുണ്ടാവാം. അതിനെ കറാഹത്താന്ന് പറയേണ്ടതില്ല. അഫ്ളലുൽ മക്കാസിബി, ജോലികളിൽ വെച്ച് ഏറ്റവും മുന്തിയ ജോലി അസിറാഅത്തു, കൃഷിയാണ്. സുമ്മ സിനാഅത്തു, പിന്നെ കൈത്തൊഴിലാണ് രണ്ടാമത്തെ സ്ഥാനം. സുമ്മ തിജാറത്തു, അത് കഴിഞ്ഞാൽ പിന്നെ കച്ചവടമാണ്. വലാ തഹറുമു, ഹറാമില്ല. ബൽ തുക്റഹു, ഹറാമില്ലെങ്കിലും കറാഹത്തുണ്ട്. മുആമലത്തു മൻ, ഒരാളുമായിട്ട് ഇടപാട് നടത്തൽ. ഏതാളാണ് അക്സറു മാലിഹി ഹറാം, അയാളുടെ മുതലിൽ ഭൂരിഭാഗം മുതലും ഹറാമാണ്. ഒരാളുടെ മുതലിൽ ഭൂരിഭാഗം മുതലും ഹറാമാണ്. ഹറാമല്ലാത്തതുണ്ട് കുറച്ച്. ആ ആളുമായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക ഇടപാട് നടത്തുക, അല്ല കച്ചവടമോ വിൽപ്പനയോ വാങ്ങലോ അങ്ങനെയൊക്കെ നടത്തുക. അങ്ങനെ ചെയ്യൽ ഹറാമുണ്ട് എന്ന് പറയണ്ട, പക്ഷെ കറാഹത്തുണ്ട്. കാരണം നമ്മൾ ഒരു ഇടപാട് എന്ന നിലക്ക് അയാളുമായിട്ട് സാമ്പത്തിക ഇടപാട് നടത്തി അതിലൂടെ നമ്മളിലേക്ക് വന്നു ചേരുന്ന സ്വത്ത്, അത് ചിലപ്പോൾ ഹറാമായ മുതലാവാമല്ലോ. കാരണം അയാളുടെ മുതലിൽ ഭൂരിഭാഗവും ഹറാമാണ്. അതുകൊണ്ട് അയാളുമായിട്ടുള്ള മുആമലത്ത്
ഏർപ്പാട് നടത്തൽ കറാഹത്താണ്.